എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും ധ്യാനത്തിന് വരാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. എനിക്കൊന്നൊരു പകുതിയോളം പേരെങ്കിലും ധ്യാനത്തിന് വരാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. പക്ഷേ ആരുടെയൊക്കെയോ നിർബന്ധം മൂലമോ എന്തൊക്കെയോ നിങ്ങളിവിടെ എത്തിച്ചേർന്നു. നിങ്ങളെ കൊണ്ടോ കർത്താവ് അനുഭവം തന്ന് ആഴപ്പെടുത്തുന്ന കണ്ടോ. നിങ്ങൾ ഇനി പതറിയല്ല. ഇനി എന്നോ തിരിച്ചടി വന്നാലും എന്നോ പ്രതികൂലം വന്നാലും ഇനി മാറാൻ പറ്റില്ല. അത് ജീവിക്കുന്ന ദൈവമാണ് എന്ന് ദൈവം നിങ്ങളെ സ്പർശിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളിന്ന് പറയുമ്പോൾ അത് വാക്കല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ പങ്കുവച്ചത്. ആ അനുഭവം വാക്കുകളുടെ പരിമിതിയിൽ ആണ് പങ്കുവച്ചത്. കുറേ പേര് കരഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികാരമാണ് പങ്കുവച്ചത്. ഇതാണ് സത്യത്തിൽ കണ്ടോ. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഈ ബഹളത്തിൽ നിന്ന് മാറി ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ഈ ലോകം വിവരിച്ചതൊന്നും ഇപ്പം ലോകത്തെ കാണിച്ചതൊന്നും സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിഭ്രമം വന്നാന്നൊക്കെ അവർ ചിലപ്പം പറയുള്ളൂ. പക്ഷെ നോക്കിക്കോ, ഇതൊന്നും ലോകത്തിൻ്റെ ഭാഷയല്ല. ഇതാണ് ക്രിസ്തുവിനെ അറിയുന്തോറും നിങ്ങൾ അറിയാതെ അവൻ്റെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ ഇത്. ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയും. ഈ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം. മക്കളെ, സമ്പത്തുള്ളവരായിട്ട് പോകണം, വെറ്റാടകരായിട്ട് ഇറങ്ങരുത്. കാരണം ഒന്നും കൊടുക്കാനില്ലെന്നേ. ഇനി നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. കൊടുത്താലും തീരിയല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.